ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മളുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് കാണാനിരിക്കുമ്പോൾ ഒരു ബുക്കും അതേപോലെ തന്നെ പേനയായിട്ടിരിക്കാം, കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാവേ. യെസ്, അത് അറിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിച്ചത് നമ്മളുടെ 9ന്റെ ഒരു കേസ് പഠിച്ചിരുന്നല്ലോടാ. ദി റിമൈൻഡർ on dividing any number by 9 is the remainder on dividing the sum of the digits of the number by 9. നമ്മൾ പറഞ്ഞിരുന്നു ഒരു സംഖ്യയെ നമ്മൾ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ഒരു സംഖ്യ 45 എടുത്തിട്ടുണ്ട്. ഇതിന് 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. റിമൈൻഡർ കിട്ടാൻ പോകുന്നത് 0 ആണ്. കാരണം 45 എന്ന് പറയുന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ നമ്മൾ മൊത്തം 45 എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഡിജിറ്റ്സ് എടുക്കുക. അക്കങ്ങളുടെ തുക എടുത്താൽ മതി. ദാറ്റ് മീൻസ് 4 + 5 എത്ര അക്കങ്ങളുണ്ടോ ആ അക്കങ്ങൾ എല്ലാം തമ്മിൽ കൂട്ടുക. ഇവിടെ 2 അക്കങ്ങളേ ഉള്ളൂ. 4 + 5 9 ആണ്. 9നെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണല്ലോ. അപ്പോഴും റിമൈൻഡർ എന്ത് തന്നെ വരൂടാ? 0 തന്നെ വരും. അപ്പോൾ മൊത്തം ആ നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യാതെ നമുക്ക് സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ നമ്പർ കുറച്ചുകൂടി ചെറുതാവും. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ 9നെ പറ്റി പഠിച്ചൊരു കാര്യം. ഇനി നമുക്ക് മറ്റൊരു നമ്പറിനെ പറ്റിയും ഇതേപോലെ പഠിക്കാനുണ്ടായിരുന്നു. നമ്മളുടെ 3നെ പറ്റിയും നമുക്ക് ഇതേപോലെ തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ 9ഉം 3ഉം ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച ആൾക്കാർ കേട്ടോ. ദി റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 3 is the remainder on dividing the sum of the digits of the number by 3. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നേരത്തെ 9 ആണ് നോക്കിയെങ്കിൽ ഇത് 3 ആണ് നോക്കുന്നത്. സം ഓഫ് ദി ഡിജിറ്റ്സ് നോക്കാം, അത് 3 വെച്ചിട്ട് കണ്ടുപിടിക്കാം, അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാം. സെയിം തന്നെ ആയിരിക്കും ആ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചോളൂ. എന്നിട്ട് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം, ഈ ഒരു ബോക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തല്ലേടാ. ഇനി നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താണ് 2ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന്. യെസ്, നമ്മളുടെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ദ ഫസ്റ്റ് 3 ഡിജിറ്റ്സ് ഓഫ് എ 4-digit നമ്പർ. അപ്പൊ ഇവിടെ ഒരു 4 അക്ക സംഖ്യയുണ്ട്. അതിന്റെ ഏറ്റവും ആദ്യത്തെ 4 അക്കങ്ങളിൽ 3 അക്കങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആർ 2, 5, 7. അതായത് നമുക്ക് ഇവിടെ ഒരു 4-digit നമ്പർ തന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ആദ്യത്തെ ഇൻഫോർമേഷൻ. കൂടാതെ ഈ തന്നിരിക്കുന്ന 4 അക്ക സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്, 9ന്റെ ഗുണിതമാണ് എന്ന് പറയുന്നു. ഇനി ആദ്യത്തെ 3 സംഖ്യകളും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന സംഖ്യകള്? 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതാണ്? അതായത് നമുക്ക് വേണ്ടത് ഒരു 4 അക്ക സംഖ്യയാണ്. ഇവിടെ 3 അക്കങ്ങളുണ്ട്. അതായത് 4ാമത്തെ അക്കവും കൂടെ നമുക്ക് ഇവിടെ എഴുതണം. പക്ഷെ ഒരു കണ്ടീഷൻ എന്താണ്? ചുമ്മാ നമുക്കൊരു നമ്പർ എടുത്ത് എഴുതാൻ പറ്റുമോ? 1, 2, 3, 4, 5 അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. എഴുതാൻ പോകുന്ന സംഖ്യ ഏതായാലും ഈ പറയുന്ന കിട്ടുന്ന 4 അക്ക സംഖ്യ 9ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടാ? അപ്പൊ നമുക്കറിയാം 9ന്റെ ഗുണിതമാണെങ്കിൽ ഈ സം ഓഫ് ദ ഡിജിറ്റ്സും 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിൽ കൂട്ടി നോക്കാം. ഓക്കെ, നോക്കാലോടാ. 2 + 5 + 7 എത്രയാണ് കിട്ടുന്നത്? 7ഉം 5ഉം 12ഉം 2ഉം 14 നമുക്ക് എന്ത് കിട്ടുന്നേടാ? ഉത്തരം കിട്ടുന്നത് 14 നമ്മളുടെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന 3 അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ 14 കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി 9ന്റെ ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ ഏതാടാ? 14 വരെ എത്തിയല്ലേ. ഇനി ഒരു നമ്പറും കൂടി വരുമ്പോൾ നമ്മുടെ സമ്മ് കൂടുതലേ ഉള്ളൂ. അതായത് 14നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന 9ന്റെ മൾട്ടിപ്പിൾ ഏതാ? 18 ആണ് അല്ലെ. 18 ആണ് ഏറ്റവും അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ? 18 - 14. 18 ആണ് നമുക്ക് വേണ്ടത്. നമുക്കിപ്പോ 14 വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കണം അടുത്ത സംഖ്യ? 4 ആയിരിക്കണോടാ. അപ്പൊ നമ്മളുടെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മളുടെ ആ അവസാനത്തെ ഡിജിറ്റ്, നമുക്ക് വേണ്ട ഡിജിറ്റ് എന്ന് പറയുന്നത് 4th ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. Therefore the number, അപ്പൊ ഏതാണ് നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്? നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 2574. 2574 ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള നമ്മുടെ കൃത്യം ആൻസർ എന്ന് പറയുന്നത്.
പിടി കിട്ടുന്നുണ്ടോ? ഇനി ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മളിത് കൂട്ടി കഴിയുമ്പോൾ 14 കിട്ടി. ഇനി 14 എന്ന് പറയുന്നത് 3ന്റെ ഏത് മൾട്ടിപ്പിളാണ് അടുത്ത് കിടക്കുന്നത്? ഇപ്പൊ 3, 6, 9, 12, 15 അല്ലേടാ? 15 അല്ലേ അടുത്ത് കിടക്കുന്നത്? അപ്പൊ ഏത് സംഖ്യയായിരുന്നു കൂട്ടേണ്ടിയിരുന്നത്? ഓൾറെഡി 14 ഉണ്ട്. 14ൽ നിന്നും 15ലേക്ക് എത്താനായിട്ട് ഒരു 1 കൂട്ടിയാൽ മതി അല്ലെ? അപ്പൊ 1 അവസാനം വന്നേനെ. പിടി കിട്ടുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മുടെ പരിപാടി ചെയ്യേണ്ടത്. അപ്പൊ 3ഉം 9ന്റെയും കണക്കുകൾ നോക്കി വെച്ചോളൂ. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചെയ്താൽ മാത്രമേ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നമ്മളുടെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. 3ാമത്തേൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? എനി നമ്പർ and the number got by changing the order of its digits in any way both leave the same remainder on division by 9. Why? നമുക്ക് പെട്ടെന്ന് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ? നമുക്ക് ഒന്നുകൂടി ഒന്ന് മലയാളത്തിൽ വായിച്ചു നോക്കിയാലോ? ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും 2 സംഖ്യകളെയും 9 കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം, ഒരേ റിമൈൻഡർ ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? 9 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. നമ്മളിപ്പോ 28 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. എന്താണ്? 28 ആണ് നമ്മളിവിടെ എടുക്കുന്ന സംഖ്യ എന്ന് വിചാരിക്കാം. ഇനി ഇത് കൂട്ടി കഴിയുമ്പോൾ എത്രയാണ് കിട്ടുക? 28ലെ ഡിജിറ്റ്സ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 2 + 8 10 എന്നാണ് കിട്ടുക അല്ലെ? 2 + 8 10 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് 10നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ റിമൈൻഡർ എത്രയാണ് കിട്ടുക? റിമൈൻഡർ 1 ആണ് കിട്ടുന്നത് അല്ലെ? റിമൈൻഡർ ഞാൻ ഇവിടെ 1 എന്ന് എഴുതി. റിമൈൻഡർ ശിഷ്ടം നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, ഇനി അതുകൂടാതെ ഈ തന്നിരിക്കുന്ന ഡിജിറ്റിനെ നമ്മൾ തിരിച്ചു കൊടുത്തു. അതായത് 28 എന്ന് പറയുന്ന സംഖ്യയുടെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവര് 82 ആയി. പക്ഷേ നമ്മളുടെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. 2 + 8 കൂട്ടിയാലും 8 + 2 കൂട്ടിയാലും സമ്മ് 10 അല്ലേ കിട്ടാ? അപ്പൊ റിമൈൻഡർ എന്ത് തന്നെയായിരിക്കും വരിക? റിമൈൻഡർ അപ്പോഴും എന്ത് തന്നെയായിരിക്കും വരികടാ? നമ്മളുടെ 1 തന്നെയാണ് വീണ്ടും റിമൈൻഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? നമ്പേഴ്സ് തിരിച്ചോ മറിച്ചോ ഇട്ടോട്ടെ, 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ, അതായത് ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും നമുക്ക് എന്തിൽ ചേഞ്ച് വരില്ല? നമ്മളുടെ റിമൈൻഡറിൽ ചേഞ്ച് വരില്ല. എല്ലായ്പ്പോഴും ഒരുപോലെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ കാണിച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ കാണിച്ചാൽ മതി. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്പേഴ്സ് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കാം. If we change the order of the digits of a multiple of 9 in any way, will we again get a multiple of 9? ആദ്യത്തെ സെന്റൻസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ചോദിച്ചിരിക്കുന്നതല്ല. Will we again get a multiple of 9? 9ന്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും കിട്ടുന്ന സംഖ്യയും 9ന്റെ ഗുണിതം തന്നെ ആയിരിക്കുമോ? അപ്പൊ നമുക്ക് ഇവിടെ അതിനുവേണ്ടി ആദ്യം ആവശ്യമുള്ളത് 9ന്റെ ഒരു ഗുണിതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാലോ 9ന്റെ ടേബിൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 9ന്റെ ഏതെങ്കിലും ഒരു ഗുണിതം എടുക്കാം. ഓക്കെ, ഞാനിപ്പോ 81 എടുക്കുന്നത് വിചാരിക്കാം. 81 എന്ന് പറയുന്ന ആ സംഖ്യയിലെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്. അത് 18 ആയില്ലേടാ? 91 എന്ന് പറയുന്നതും 9ന്റെ മൾട്ടിപ്പിൾ ആണ്. എത്രാമത്തെ മൾട്ടിപ്പിളാ? 9 × 9 ചെയ്ത 81 ആയി. ഇനി 18 കിട്ടാൻ എന്ത് ചെയ്യണോടാ? 9 × 2 ചെയ്ത 18 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2ഉം കിട്ടിയേക്കുന്ന 9ന്റെ മൾട്ടിപ്പിൾസ് തന്നെയല്ലേ? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലെ? കാരണം 81ലെ സം ഓഫ് ദ ഡിജിറ്റ്സ് എങ്ങനെയാടാ? 8 + 1 9. 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ നമുക്ക് കിട്ടുന്നേ? റിമൈൻഡർ 0 വരുള്ളൂ ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി അടുത്തതിൽ എങ്ങനെയാ? അടുത്തതും സെയിം തന്നെയാ. 1 + 8 അവിടെയും 9 തന്നെ കിട്ടി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും നമുക്ക് റിവേഴ്സ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൾട്ടിപ്പിൾസിന് മാറ്റം വരുന്നില്ല. സെയിം 9ന്റെ മൾട്ടിപ്പിൾസ് തന്നെയായിരിക്കും എല്ലായിടത്തും വരുന്നത്. അത് നമ്മൾ ഏത് സംഖ്യയിൽ പരിശോധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് പരിപാടി. അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, അതായിരുന്നു നമ്മളുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ പറഞ്ഞത് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ എളുപ്പമാണ്. നമ്മളൊന്ന് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. 9ന്റെ ചെറിയൊരു കുഞ്ഞു ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മളിവിടെ ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഈ ഒരു സീരീസിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അതിനകത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ആക്കിയത്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. സപ്പോസ് വി ടേക്ക് all 5 digit numbers made using the digits 1, 2, 3, 4, 5 without repetition. നോക്കിയടാ, 1, 2, 3, 4, 5 മുതലായ സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്ന 5 അക്ക സംഖ്യകൾ എടുക്കുകയാണ്. അതായത് ഇപ്പോ 1, 2, 3, 4, 5
12345 അതൊരു ഒറ്റ അഞ്ചക്ക വരുന്ന ഒരു സംഖ്യയല്ലേടാ. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? ഇനി നമുക്ക് 1 3 2 4 5 അതും അഞ്ചക്കമാണ്. നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇല്ലാതെ തന്നെ നമുക്ക് പല രീതിയിൽ എന്താക്കാൻ പറ്റും? അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? Which of them are multiples of 3? ചോദിച്ചിരിക്കുന്ന ചോദ്യം 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? ഈ കിട്ടുന്ന നമ്പേഴ്സിൽ കിട്ടുന്ന അഞ്ചക്ക സംഖ്യകളിൽ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ നമ്പേഴ്സ് വെച്ചിട്ട് കുറെ അഞ്ചക്ക സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നും 3ന്റെ ഗുണിതങ്ങൾ ഏതാണ് എന്ന് മാത്രമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. കാരണം കുറെ നമ്പേഴ്സ് കിട്ടും, അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. പിന്നെ ആലോചിക്കാം, 3ന്റെ മൾട്ടിപ്പിള് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനൊരു ട്രിക്ക് ഉണ്ട്. സം ഓഫ് ദി ഡിജിറ്റ്സ് എടുത്ത് നോക്കിയിട്ട് റിമൈൻഡർ 0 വരികയാണെന്നുണ്ടെങ്കിൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഡിജിറ്റ്സ് 1 2 3 4 and 5. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എടുക്കണം. ഓക്കെ, സം ഓഫ് ദി ഡിജിറ്റ്സ്. അപ്പൊ തന്നെ എഴുതാം സം ഓഫ് ദി ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക എടുക്കാനായിട്ട് നമ്മൾ ഈ 5 നമ്പേഴ്സും തമ്മിൽ അങ്ങോട്ട് കൂട്ടണം. ഓക്കെ, അക്കങ്ങളുടെ തുക എടുത്തോ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 എത്ര വരൂടാ? 5ഉം 4ഉം 9, 9 1 10, 13 14 15 വരുന്നത്. 15 എന്ന് പറയുമ്പോ തന്നെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 × 5 ചെയ്താൽ നമുക്ക് 15 കിട്ടും. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ കാര്യം നമുക്ക് ഇവിടെ എന്തായിടാ? കൺഫേം ആയിട്ടുണ്ട്. അപ്പോ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കൺഫേം ആയി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന സമ്മ കിട്ടിയിരിക്കുന്ന 3ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സംഖ്യകളും എന്ത് തന്നെയായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾസ് തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലേ, സമ്മ കിട്ടുന്നത് 9ന്റെയോ 3ന്റെയോ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് അതിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നാണ് സാരം അല്ലെ. അപ്പോൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കൊടുക്കണം a number is divisible by 3 if the sum of its digits, അതിന്റെ അക്കങ്ങളുടെ തുക നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലേ 15, sum of its digits is divisible by 3. ഓക്കെ ആണല്ലോ. 3 കൊണ്ട് ഹരിക്കാനായിട്ട് കഴിയും. എന്തിനെ? 15നെ നമുക്ക് കംപ്ലീറ്റ്ലി 3 കൊണ്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറും എന്ത് തന്നെയായിരിക്കും? 3 കൊണ്ട് ഹരിക്കാൻ തക്കവണ്ണമായിരിക്കും എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ ആണല്ലോ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കാം. 3ന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ആര് വരുന്നടാ? 9ന്റെ ആളാണ് തൊട്ടടുത്ത് വരുന്നത് അല്ലെ. രണ്ടാമത്തേല് which of them are multiples of 9 എന്നാണ് ചോദ്യം. അപ്പോ 9ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം തന്നെ സം കണ്ടുപിടിക്കണം. സം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊന്നും കൂടി എഴുതിയാൽ മാത്രം മതി. സം ഈസ് ഈക്വൽ ടു 15. 15 ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ 15 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ആരും തന്നെ 9ന്റെ മൾട്ടിപ്പിൾസ് അല്ല. പിടികിട്ടുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി അറിയാം 15 എന്ന് പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 9 കഴിഞ്ഞാൽ പിന്നെ 18, 15 വരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ കൂട്ടത്തിൽ കിട്ടാൻ പോകുന്ന സംഖ്യകൾ ഒന്നും തന്നെ എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആ കാര്യം ഒന്ന് എവിടെ എഴുതണം? നമ്മുടെ കൺക്ലൂഷൻ ആക്കി നമ്മളൊന്ന് എഴുതണം കേട്ടോ. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9. Divisible by 9 if the sum of the digits of the number, if the sum of the digits of the number is a multiple of 9, is a multiple of 9, is a multiple of 9. സിൻസ് താഴത്തെ കാര്യം എഴുതണം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നമ്മൾ ഇവിടുത്തെ കേസാണ് കൊണ്ടുവരുന്നത്. സിൻസ് 15 is not a multiple of 9 അല്ലെ. 15 എന്ന് പറയുന്നത് നമ്മുടെ 9ന്റെ ഒരു ഗുണിതമല്ല അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 9. none of the numbers ഒറ്റ സംഖ്യ പോലും ഇതിനകത്ത് പെടൂലടാ. none of the numbers formed are multiples of 9. ഇവിടെ നമുക്ക് കിട്ടുന്ന
ഒരു സംഖ്യ പോലും 9ന്റെ ഗുണിതമല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഡിജിറ്റ്സ് നോക്കാം, അത് 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് എല്ലാ നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിൾസ് ആവും. പക്ഷേ 15 ദാറ്റ് ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്നുള്ളത് കൊണ്ട് ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു സംഖ്യയും വരത്തില്ല. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. വാട്ട് ഇസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ 9? അതും സിമ്പിൾ അല്ലേടാ. എന്ത് ചെയ്താൽ മതി? സം ഓൾറെഡി നമുക്ക് 15 കിട്ടി, അതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടൂലേ? അത് അതിലും സിമ്പിളാ. നമുക്ക് നോക്കാം മൂന്നാമത്തത്. യെസ്, കൊടുക്കാം. ആദ്യം തന്നെ സം വീണ്ടും എടുത്ത് എഴുതാം. സം ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു 15. ഇനി എന്ത് ചെയ്യണം? റിമൈൻഡർ ആണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 15 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ 15നെ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ തവണയെ പോവുള്ളൂ. 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ത് കിട്ടേണ്ടടാ? റിമൈൻഡർ, മിച്ചം കിട്ടേണ്ടത്. ദെയർഫോർ റിമൈൻഡർ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. റിമൈൻഡർ മിച്ചം ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ശിഷ്ടം എന്നും കൊടുക്കാം. 6 നമുക്ക് ഇവിടെ റിമൈൻഡർ കിട്ടേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ ക്വസ്റ്റ്യൻ? ഇനി നമുക്ക് അടുത്തയിലേക്ക് കിടന്നാലെന്നാ. ഓക്കെ, നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ കുറച്ച് ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള കണക്കാണ് അടുത്തതും വരുന്നത് കേട്ടോ. നോക്കിയടാ, among all the 10 digit numbers using all of the 10 digits 0, 1, 2 up to 9, അതായത് 0 മുതൽ 9 വരെയുള്ള 10 സംഖ്യകൾ നമ്മൾ എടുക്കുന്നു. ആ 10 സംഖ്യകളെ വെച്ചിട്ട് നമ്മൾ 10 നമ്പേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 10 സംഖ്യകളാണ് നമ്മളോട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോഴും കുറെ നമ്പേഴ്സ് വരും അല്ലെ? ഇതിനകത്ത് ഏതൊക്കെ സംഖ്യകളാണ് പ്രൈം ആയിട്ടുള്ളത്, അതായത് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം കൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, റീസൺ എന്താണ് എന്നും കൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്നാ നോക്കിയാലോ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയുമാണ് നമ്മളുടെ എന്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതിയാലോ. നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയാടാ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും സംഖ്യകളുണ്ട് അല്ലെ? നമുക്കിനി സമ്മ് കണ്ടുപിടിക്കാം. സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വീണ്ടും എല്ലാം കൂടി എടുത്തങ്ങോട്ട് എഴുതുന്നില്ല. സമ്മ് നമുക്ക് 45 കിട്ടുന്നത് കേട്ടോ. 2, 1, 3, 3, 3, 6, 6, 4, 10, 16, 21, 28 വരുന്നുണ്ട്. 36, 36, 9, 45 നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. സമ്മ് തുക കിട്ടി കേട്ടോ. തുക നമുക്ക് 45 കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നോക്കേണ്ടത്, ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇതിന്റെ സം എടുക്കണം, പിന്നെ പ്രൈം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. നമ്മുടെ 9ന്റെ മൾട്ടിപ്പിൾ എടുത്തൊരു കാര്യമില്ല. കാരണം 9 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരു പ്രൈം നമ്പർ അല്ലല്ലോടാ. അതൊരു പ്രൈം അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലെ? ഭാജ്യ സംഖ്യയാണ് എന്ത്? നമ്മുടെ 9 എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ആരുണ്ടപ്പോ? യെസ്, 3 ആണ് നമ്മുടെ മെയിൻ ആള് കേട്ടോ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മക്കളെ. 9 വെച്ചോ 3 വെച്ചോ മാത്രമേ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ 9 എടുക്കാൻ പറ്റുമോ? പ്രൈമിന്റെ കേസ് പറയുമ്പോൾ 9 ഒരു പ്രൈം അല്ല. അപ്പൊ പിന്നെ 9 നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലടാ. അപ്പൊ നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? 3 എന്ന് പറയുന്ന പ്രൈം നമ്പറിനെയാണ് നമ്മൾ കൂട്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? 3 എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം 45 എന്ന് പറയുന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോ അറിയില്ലാത്തവരെ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. അറിയില്ലാത്തവരെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 45 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ഒരു തവണ പോകുന്നു. യെസ്, 1, 5. 15 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? യെസ്, 15 × 3 ചെയ്താൽ നമുക്ക് 45 കിട്ടും. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം. 45 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നോക്കിയടാ, ഹൗ മെനി ആർ പ്രൈംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നു ഇതിൽ ആരൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അഭാജ്യ സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് എഴുതണം. Since 45 is a multiple of 3. അത് എഴുതണം കേട്ടോ. Since 45 is a multiple of 3, ആ ഒരു കാര്യം എഴുതണം. അതിനുശേഷം നമുക്ക് കൊടുക്കാം any number formed by using these digits എന്തായിരിക്കും? are multiples of 3. അതായത് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന 10 സംഖ്യകൾ എല്ലാം തന്നെ 3ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 3 അത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആയി പോകുന്ന നമ്പേഴ്സോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ വരുന്ന സംഖ്യകൾ ഒരിക്കലും പ്രൈം ആയി മാറില്ല എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ് കേട്ടോ. അതായത് പ്രൈം എന്ന് പറഞ്ഞാൽ തന്നെ എന്താടാ, ഒരു ആ നമ്പറും ഉണ്ടാവും, അതേപോലെ തന്നെ ഒന്നും ഉണ്ടാവും. അത് മാത്രമല്ലേ പ്രൈം എന്ന് വരുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പ്രൈം നമ്പറിന് ഉദാഹരണമാണ് 17. 17 കിട്ടാനായിട്ടേ നമുക്ക് 17 × 1 ചെയ്താൽ മാത്രമല്ലടാ 17 കിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 17 കിട്ടോ? ഇല്ല. അത്തരം സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പഠിച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ അൺചേഞ്ചിങ് റിലേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ടേമിലെ ക്രിസ്മസ് എക്സാമിനൊക്കെ നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്ന അല്ലെ. അപ്പൊ 17 1 മാത്രമേ നമുക്ക് ഇവിടെ എന്ത് വരുന്നുള്ളൂ, 17ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ അതേ സംഖ്യ തന്നെയും 1 ഫാക്ടർ ആയിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു എല്ലാവരും 3ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന്. അപ്പൊ അത് ശരിയാവോ? അതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേടില്ലേ? അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ എന്തല്ല എന്നാണ് എഴുതണ്ടേ, നമ്പേഴ്സ് ഒരു കാരണവശാലും പ്രൈം ആവുകയില്ല. അത് നമുക്കിവിടെ എഴുതണം കേട്ടോ. എ നമ്പർ, അതിന്റെ കാരണം കൂടിയാണ് നമുക്കിവിടെ എഴുതേണ്ടത് കേട്ടോ. ആ കാരണമാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, എ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. നമുക്കിപ്പോ കണ്ടുപിടിച്ചതാ എല്ലാവരും 3ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന്. അപ്പോ എല്ലാവരെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ശരിയാവോ? ഇല്ല. കാരണം നമുക്ക് പ്രൈം നമ്പർ ആണ് വേണ്ടത്, അത് ഇവിടെ പറ്റത്തില്ല. ഡിവിസിബിൾ ബൈ 3 ആൻഡ് ഗ്രേറ്റർ ദാൻ 3. 3 അതിൽ കൂടുതലും ആണെങ്കിലും ഇവിടെ നടക്കൂലടാ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 cannot be a prime number. എഴുതാം, cannot be a prime number. cannot be a prime number. 3 കൊണ്ടോ അതിൽ കൂടുതലോ കൊണ്ട് ഡിവിസിബിൾ ആയി പോകുന്ന, കംപ്ലീറ്റ്ലി ഹരിച്ചു പോകുന്ന സംഖ്യകളൊന്നും തന്നെ എന്തല്ല, അഭാജ്യ സംഖ്യകളല്ല എന്നാണ് മലയാളം മീഡിയംകാരെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. മലയാളത്തിലുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? എ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. 3 വെച്ചിട്ട് തുല്യമായിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ 3ൽ കൂടുതലുള്ള സംഖ്യ കൊണ്ടോ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളൊന്നും തന്നെ എന്തല്ല, അഭാജ്യ സംഖ്യകളല്ല. ഓക്കെ ആണല്ലോ. പിടികിട്ടുന്നുണ്ടല്ലോ കാര്യങ്ങൾ. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോ ആദ്യം നമ്മൾ നമ്പേഴ്സ് എഴുതി, അതിന്റെ സം 45 കിട്ടി. 45 എന്ന് പറയുന്നത് 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. കാരണം 9ന്റെ ട്രിക്ക് ഇവിടെ പറ്റത്തില്ല. കാരണം 9 എന്ന് പറയുന്ന സംഖ്യ തന്നെ പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പൊ 45/3 നമുക്ക് 15 കിട്ടി അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിന്റെ കാരണം കൂടി എഴുതി അത് കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ടായിരുന്നു. അത് നമ്മളത് ചെയ്തു കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം എന്റെ മക്കള്? പഠിക്കുന്നവരൊപ്പം തന്നെ ഈ കാര്യങ്ങൾ എഴുതി പോകുമ്പോ, ചുമ്മാ എഴുതി പോകാനല്ല അല്ലെ, അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടി എടുക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് ഒന്നാലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പിടികിട്ടുന്നുണ്ടോ? ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻ അടുത്ത് നോക്കാം. ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാം. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എക്സസൈസിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വിച്ച് ഈസ് ദ ലീസ്റ്റ് 4-digit number without any digit repeating which is a multiple of 9? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് കക്ഷി. ആള് ഒരു 4 അക്ക സംഖ്യയാണ്. പക്ഷെ നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താടാ, ഇപ്പൊ 1 1 2 3 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ 2 പ്രാവശ്യം വന്നല്ലേ, അങ്ങനെ ആവർത്തിച്ച് വരാനായിട്ട് പാടില്ല. അത്തരം സംഖ്യകളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോ 9ന്റെ എന്തായിരിക്കണം? മൾട്ടിപ്പിൾസ് ആവണം എന്നും പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. 4 അക്ക സംഖ്യയാണ്, എന്ത് ചെയ്യരുത്? റിപ്പീറ്റേഷൻ പാടില്ല, കൂടാതെ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ പറയുന്നത് കേട്ടോ. വിത്തൗട്ട് എനി ഡിജിറ്റ് റിപ്പീറ്റിംഗ്. നോക്കാം നമുക്ക് എന്നാ അടുത്ത പേജിലോട്ട് കടന്നോട്ടെ. ഓക്കെ ആണല്ലോ അല്ലെ. ശരി. അപ്പോ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യയാണ് അല്ലെ, ലീസ്റ്റ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 അക്ക സംഖ്യ തുടങ്ങുന്നത് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കണം? 0 1 2 3. ഈ ആദ്യത്തെ 4 സംഖ്യകളാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. 0 1 2 3 എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതാൻ പറ്റുമോ? ഇല്ല. ദിസ് ഈസ് 123 അല്ലെ. 0 ഏറ്റവും ആദ്യം വന്നു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല അല്ലെ. 123 എന്ന് പറയുന്ന 3 അക്കമായിട്ട് ഇത് മാറും. അപ്പൊ നമുക്ക് മനസ്സിലായി 0നെ പിടിച്ച് ആദ്യം കയറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0നെ എവിടെ കയറ്റാം? 0നെ നമുക്ക് രണ്ടാമത് എടുക്കാം അല്ലേടാ. യെസ്. അപ്പൊ എഴുതാം പോസിബിൾ ഡിജിറ്റ്സ്. എഴുതിക്കോളൂ കേട്ടോ. പോസിബിൾ ഡിജിറ്റ്സ് ഇസ് ഈക്വൽ ടു, സാധ്യമായ അക്കങ്ങൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? 1 0 2 3. ഇത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. 1 0 2 3 എന്നുള്ള ഓർഡറിൽ നമുക്ക് ഇവന്മാരെ ഇങ്ങനെ എഴുതാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവന്മാരെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. ഇനി സം എടുക്കണം. ഓക്കെ, സം എടുക്കാം. is equal to 1 plus 0 plus 2 plus 3 എടുത്തിട്ടോ. അപ്പോ 2 1 3 3 3 6 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ആക്കി മാറ്റേണ്ടത്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് ആക്കി മാറ്റേണ്ടത് അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് നമുക്ക് മാറ്റേണ്ടത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ
6 സമ്മ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 6 സമ്മ് കിട്ടിയെങ്കിൽ നമുക്ക് ഇനി 9 ആക്കി മാറ്റാൻ. 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ 9, 18, 27, 36 അത്തരം സംഖ്യകളെ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു കുഞ്ഞൻ 6 മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ആദ്യത്തെ മൾട്ടിപ്പിളിലേക്ക് നമുക്ക് പോകാനായിട്ട് എത്രത്തോളം ദൂരമുണ്ട്? 9ലേക്ക് എത്താനായിട്ട് 3ന്റെ കുറവ് കൂടി ഉണ്ട് അല്ലെ. അതായത് 3ഉം കൂടി നമുക്ക് വേണം. ഓക്കെ, 3ഉം കൂടി നമുക്ക് ഇവിടെ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ 1 ഉണ്ട്, 0 ഉണ്ട്, 2 ഉണ്ട്. അവസാനമൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന 3 ആണ്. ആ 3നോട് കൂടെ ഒരു 3യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ 3 ഇല്ലേടാ, ഇവിടെ 3ന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് 6 എന്ന് പറയുന്ന സമ്മ 9ലേക്ക് മാറ്റാനായിട്ട് നമുക്കൊരു 3ന്റെ വ്യത്യാസമുണ്ട്. ആ 3 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എവിടെ അങ്ങോട്ട് കൊടുക്കുന്നത്? ഏറ്റവും അവസാനത്തെ അക്കത്തിലാണ് നമ്മൾ അതുകൊണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടൂടാ? 1026 എന്ന് പറയുന്ന 1026 കാണുന്നില്ല അല്ലെ. ഇവിടെ എഴുതാടാ, 1026 എന്നാണ് നമ്മളുടെ ഏറ്റവും ചെറിയ സംഖ്യ, 4 അക്ക സംഖ്യ നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. 1026 എന്ന് പറയുന്ന 4 അക്ക സംഖ്യയാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി കൂട്ടി നോക്ക്. 6ഉം 2ഉം 8 1 9 കറക്റ്റ് ആയില്ലേ? നമ്മളുടെ ഉത്തരം കറക്റ്റ് ആയില്ലേ? ഇനി നിങ്ങൾക്കുള്ളൊരു ടാസ്ക് കൂടി ഉണ്ട് ഇതിനകത്ത്. ശ്രദ്ധിച്ചേടാ, 4 അക്കം നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി 5 അക്കം കൂടി നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. 5 അക്കം കണ്ടുപിടിക്കുമ്പോൾ ഒരു സംഭവം എന്താടാ, ഇവിടെ ഓൾറെഡി 4 അക്കങ്ങൾ ഓൾറെഡി നമ്മൾ ആദ്യം എടുത്തല്ലേ. അപ്പൊ ഇനി 5 ആക്കാനായിട്ട് എന്തും കൂടി വേണം? 4ഉം കൂടി ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനെ എങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾ ആക്കാൻ പറ്റും എന്ന് നോക്കാം. എന്നിട്ട് കിട്ടുന്ന ഉത്തരം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ഇടണം കേട്ടോ. എത്ര പേർക്ക് 5 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് ഏറ്റവും ചെറിയ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 5 അക്ക സംഖ്യ, അത്രയും കണ്ടീഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. 5 ഡിജിറ്റ് നമ്പർ സിമ്പിൾ ആണ്. അത് ഇതേപോലെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ആദ്യം കൂട്ടി നോക്കാം, 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട അല്ലെ. പക്ഷെ അങ്ങനെ വരൂല, നമ്മൾക്ക് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ, 5 ഡിജിറ്റ് നമ്പറിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ആയിട്ട് താഴെ ഇടേണ്ടതാണ്. അപ്പൊ എല്ലാവരും തന്നെ ഉഷാറായിട്ട് പഠിക്കാം. നമുക്ക് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ടൈം കൂടിയാണ്. ആനുവൽ എക്സാം ഒക്കെ വരാനിരിക്കുന്നു. അപ്പൊ ഉഷാറായിട്ട് എന്റെ മക്കൾ പഠിക്കാം, നല്ല മാർക്ക് വാങ്ങാം. നമുക്ക് ഇനി ഇതിന്റെ 3rd പാർട്ടായിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.